റിവേഴ്സ് വെക്കുന്ന സമയത്ത് ഈ ഗേറ്റിൻ്റെ സൈഡ് ഭാഗത്തൊന്ന് വെച്ച് ചെറുതായിട്ടൊന്ന് വരുത്തി വരുത്തിയ ഭാഗം ഇപ്പം നന്നാക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവുകയാണ്. ഇതാ ഇവിടെ ഈ സൈഡ് ഭാഗത്ത് ഇവിടെ ചെറുതായിട്ട് ഇവിടെ ഒന്ന് പോയിട്ടുണ്ട്. അടിയിലൊന്ന് ചെളുക്ക വന്ധ്യമായൊരു ഇവിടെ ലാൻഡ് ചെറുതായിട്ടുണ്ട്. അപ്പോൾ അത് റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവുകയാണ്. അത് നന്നാക്കാൻ വേണ്ടിയിട്ട് കമ്പനിയിൽ കൊണ്ടുപോയ സമയത്ത് 6000 റിയാലാണ് പറഞ്ഞിരിക്കുന്നത്. അവർ ഇതിൻ്റെ പമ്പർ മൊത്തത്തിൽ മാറ്റും. അപ്പോൾ ഇവിടെ പുറത്ത് കൊണ്ടുപോയി ചോദിച്ചു നോക്കട്ടെ എത്ര ആവുമെന്നുള്ളത്. അപ്പോൾ അതായിട്ടാണ് പോയി നോക്കാം. ഇവിടെ നമ്മളെ അടുത്ത് തന്നെ കറാഫിയിലുണ്ടൊരു കട. അപ്പോൾ ആ കടയിൽ പോയിട്ട് അപ്പോൾ അവർ ചിലപ്പോൾ ചെറിയ പൈസക്ക് നന്നാക്കും. അവിടെ കമ്പനിയിൽ ചോദിച്ച സമയത്ത് ഒരു വലിയ പൈസ പറഞ്ഞത്. അവർക്ക് പറഞ്ഞാൽ ഈ റിപ്പയറിങ്ങിൻ്റെ പണി അറിയില്ല. റിപ്പയറിങ്ങിൻ്റെ പണി അവർ ചെയ്യൂല. അവർക്ക് പൈസ കിട്ടാൻ വേണ്ടിയിട്ട് അവരെന്താ ചെയ്യുക, മൊത്തത്തിലാണ് മാറ്റും. പമ്പർ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് ടച്ച് ചെയ്ത് പെയിൻ്റൊക്കെ ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞിരിക്കുകയെന്നുണ്ടെങ്കിൽ സംഗതി സൂപ്പറായി. അപ്പോൾ അവരിത് ഫുള്ള് മാറ്റണം എന്നുള്ള ഇതിലാണ് പറഞ്ഞത്. ഒരു 6000 റിയാലിൻ്റെ ബില്ലൊക്കെ തന്നിങ്ങാണ്ട് കൊട്ടേഷൻ എത്ര റുപ്യ ആവുമെന്നൊക്കെ പറഞ്ഞിങ്ങാണ്ട് ബില്ലൊക്കെ തന്നിട്ടുണ്ട്. ആയിക്കോട്ടെ, ഞാൻ വരാമെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പോകുന്നതാണ്. ഇനിയിപ്പോൾ ഇവിടെ കറാഫിയിലൊരു കട ഉണ്ട്. അപ്പോൾ അവിടേക്കൊന്ന് പോയി നോക്കാം. കറാഫിക്ക് നമുക്ക് ഇവിടുന്ന് ഒരു 4-5 കിലോമീറ്റർ ഉള്ളൂ. 4 കിലോമീറ്റർ ഉണ്ടാവുള്ളൂ. അപ്പോൾ അടുത്താണ്. വണ്ടിൻ്റെ മെയിൻ കമ്പനിക്ക് പോകണമെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു 10-25 കിലോമീറ്ററോളം ഇവിടുന്ന് ഓടും വേണം. പിന്നെന്നുണ്ടെങ്കിൽ അവിടെ പൈസ കൂടുതലാണ്. അവിടെ ഈ ഇൻഷുറൻസ് കിട്ടുന്ന പണിക്കൊക്കെ പറ്റുള്ളൂ. അല്ലാത്ത പണിക്കൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞിരിക്കുകയെന്നുണ്ടെങ്കിൽ പൈസ നല്ല നമുക്ക് ചിലവാകും. ഇതിപ്പോൾ ഇൻഷുറൻസ് മേടിക്കാൻ പറ്റില്ല. കാരണം നമ്മളെ വീട്ടിൻ്റെ ഗേറ്റിന് വരുത്തിയതിനെ കൊണ്ട് ഇൻഷുറൻസ് കിട്ടൂല. പക്ഷേ ഈ ഇൻഷുറൻസ് കിട്ടും. ഗേറ്റിന് വല്ല പരിക്കും പറ്റിയിരിക്കണമെന്നുണ്ടെങ്കിൽ ഗേറ്റ് നന്നാക്കാൻ വേണ്ടിയിട്ട് പൈസ തരും. അല്ലാതെ നമ്മൾ വണ്ടി നന്നാക്കാൻ വേണ്ടിയിട്ടൊന്നും കിട്ടുന്നില്ല. കമ്പനിയിൽ വണ്ടി കൊടുത്തു കഴിഞ്ഞിരിക്കുകയെന്നുണ്ടെങ്കിൽ എങ്ങനെ ആയാലും ഒരാഴ്ച ആയാലും കൂടുതലാവും. ഇവിടെ ആകുമ്പോൾ പിന്നെ അത്ര സമയം പിടിക്കില്ല. ഇവിടെ എന്ന് വെച്ചാൽ രാവിലെ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി റെഡി ആയി കിട്ടും. കൂടുതൽ സമയം വണ്ടി നിർത്തേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് നേരെ പുറത്ത് കൊണ്ടുപോയാണ് നന്നാക്കുന്നതാണ് നല്ലത്. ഇന്നലെ പോയിട്ട് നമ്മൾ പോലീസിൻ്റെ റിപ്പോർട്ട് വേണമെന്ന് പറഞ്ഞു. കാരണം നമ്മൾ ഇവിടെ വണ്ടി തട്ടിക്കഴിഞ്ഞിട്ടാണെങ്കിൽ പോലീസിൻ്റെ റിപ്പോർട്ട് പേപ്പർ മേടിക്കലും നിർബന്ധമാണ്. അപ്പോൾ അതുകൊണ്ട് പോലീസിൻ്റെ പേപ്പറൊക്കെ പോയി വാങ്ങിച്ചുകൊണ്ടെന്ന്. അപ്പോൾ ഇൻഷുറൻസ് കിട്ടൂല. കാരണം നമ്മൾ വേറെ ഏതെങ്കിലും വണ്ടിക്ക് തട്ടിക്കുക അല്ലെങ്കിൽ വേറെ വണ്ടി നമ്മളെ വണ്ടിക്ക് തട്ടിക്കുക എന്തെങ്കിലും ചെയ്തിക്കുകയെന്നുണ്ടെങ്കിൽ ഇൻഷുറൻസ് കിട്ടുള്ളൂ. ഇതിപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇൻഷുറൻസിന് നന്നാക്കാൻ പറ്റില്ല. അപ്പോൾ ഇതിന് ചെറിയ പൈസ ആവുള്ളൂ ഇവിടെ കൊണ്ടുപോയിക്കാണ്ട് നന്നാക്കണേന്. അപ്പോൾ ഒന്ന് പോയി നോക്കിയിട്ട് എന്താണ് വിവരങ്ങളെന്നുള്ളതൊക്കെ ഒന്ന് പറഞ്ഞുതരാം. ഇത് കറാഫിൻ്റെ ഉൾഭാഗത്താണ്. ഉൾഭാഗത്ത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റൂല. കാരണം നേരത്തെ അറിയുന്നവർക്ക് പരിചയമുള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റും അവിടെ ഇങ്ങനെ ഒരു ഗാരേജ് ഉണ്ടെന്നുള്ളത്. ഇവിടെ ഈ ടൗൺ ഏരിയ മാതിരിയുള്ള ഭാഗമല്ല. ഇത് ഉൾഭാഗത്താണ്. കടകൾ കൂടുതലുള്ളൊരു ഏരിയയിൽ വർക്ക്ഷോപ്പ് ആണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാം. ഇതിപ്പോൾ ഇതിൻ്റെ ഉൾഭാഗത്തായിട്ട് കിടക്കുന്നൊരു ഭാഗമാണ്. കറാഫിൻ്റെ നമ്മളെ ഷമാൽ റൂട്ടിലുള്ള ഈ പാലം ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് വരുന്നുണ്ട്. ദഫിനെന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്തുള്ള ആ പാലം ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് ഇവിടെ കറാഫിയിൽ ഫാമിലി പാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമുണ്ട്. ഫാമിലി പാർക്കിനോട് ചേർന്നിട്ടാണ് ഈ നമ്മളെ ഈ ഗാരേജ് വരുന്നത്. ഇത് ഫാമിലി പാർക്കിൻ്റെ സെക്ഷനാണ്. ഈ ഫാമിലി പാർക്ക് ഇവിടുന്ന് ലെഫ്റ്റ് കയറി കഴിഞ്ഞിട്ടാണെങ്കിൽ ഫാമിലി പാർക്കിലേക്ക് എത്തും. റൈറ്റിലേക്കാണ് നമുക്ക് പോകേണ്ടത്. വർക്ക്ഷോപ്പ് ഉള്ളത് ഈ റൈറ്റ് സൈഡിലാണ്. ഈ റൈറ്റ് സൈഡിൽ ഇങ്ങനെ വന്നിട്ട് ഇവിടുന്ന് ഫസ്റ്റ് തന്നെ ലെഫ്റ്റ് ഭാഗത്തേക്ക് കയറി ഉടനെ തന്നെ റൈറ്റ് സൈഡിലാണ് ഈ ഗാരേജ് ഉള്ളത്. ഇവിടുന്ന് ഇങ്ങോട്ട് ലെഫ്റ്റിക്ക്
കയറിയ ഉടനെ തന്നെ ഇവിടെ ഈ റൈറ്റ് സൈഡിൽ ഇവിടെ വണ്ടി നിർത്തിയിട്ടുണ്ട്. ഇതപ്പോൾ ഈ വണ്ടി ആ ഉള്ളിലേക്കാണ് കയറുന്നതാണ്. ഇതാണ് ഇതിൻ്റെ എൻട്രൻസിൻ്റെ ഭാഗം. ഇപ്പോൾ കണ്ടു കഴിഞ്ഞാണെങ്കിൽ ഇവിടെ ഒരു വീടുകളൊക്കെ ഉള്ളൊരു സെക്ഷനാണ്. പക്ഷെ ഇവിടെ ഇത് വർക്ക്ഷോപ്പാണെന്നുള്ളത് അറിയുന്നവർക്ക് മാത്രമേ ഇത് മനസ്സിലാവുള്ളൂ. അതിനുള്ളിലാണ് നമുക്ക് കയറ്റേണ്ടത്. ആ വണ്ടിക്കാരനെ ഉള്ളിൽ കയറണില്ല എന്നുണ്ട്. അത് തിരിച്ചു പോവാം. നമുക്കിതിൻ്റെ അകത്തേക്ക് കയറണം. ഒരു വണ്ടി പുറത്തേക്ക് ഇറങ്ങണ്, ഒരു വണ്ടി തിരിച്ചു പോണ്. ഇവിടെ ഈ ഭാഗത്തേക്കാണ് നമുക്ക് വണ്ടി കയറ്റേണ്ടത്. ഇവിടെയാണ് നമ്മളെ ഗ്യാരേജ് ഉള്ളത്. ഇവിടെ ഇതിലാണ് നമ്മൾ വണ്ടി റിപ്പയറിങ്ങിന് വന്നിട്ടുള്ളത്. ഇവിടെ നിന്നാണ് നമ്മൾ നന്നാക്കാൻ ഉള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത്. रात को रेडी नहीं आएगा ना? रेडी आएगा कॉल करो मेरे का। रात को नहीं आएगा भैया, 3 बजे आता था तो हम रात में लेके जा सकते हैं, अभी नहीं आएगा। कल सुबह आ जाओ। चलो ठीक है. വണ്ടി ഇവിടെ നിർത്തിയിട്ടുണ്ട്. 500 റിയാലാണ് അവർ പറഞ്ഞിട്ടുള്ളത് റെഡിയാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ലാസ്റ്റ് ഒരു 50 റിയാൽ കുറച്ച് തരാം, ഒരു 450 റെഡിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ കുറച്ച് നേരത്തെ കൊണ്ടു നിൽക്കുകയാണെങ്കിൽ കിട്ടിയിരുന്നേ, ഒന്നിക്കലും ഇനി നാളെ രാവിലെ കിട്ടുള്ളൂ പറഞ്ഞു. അതായത് നമ്മൾ അറബിൻ്റെ മകൻ്റെ ഡ്രൈവർക്ക് വിളിച്ചുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവനോട് വണ്ടിയായിട്ട് വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവന് ഇവിടെ വരുന്നവരെയൊക്കെ അവന് ശരിക്കും അവനക്ക് ഈ സ്ഥലം അറിയില്ല. അപ്പോൾ അവന് ഈ സ്ഥലം ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടെ ഈ റോഡിൻ്റെ സൈഡിൽ ഞാൻ നിൽക്കാം. അപ്പോൾ അങ്ങോട്ട് അപ്പോൾ അങ്ങനെ നടന്നുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അങ്ങോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് പോകാനുള്ള വണ്ടി എത്തിയിട്ടുണ്ട്. ഇതാ ഈ വണ്ടി കയറി നേരെ റൂമിലേക്ക് പോവാം. ഇന്നലെ വണ്ടി കൊണ്ടുപോയി നിർത്തിയത് പെയിൻ്റ് അടിച്ച് കഴിഞ്ഞേക്കണമെന്ന് പറഞ്ഞാണ്ട് ഇപ്പോൾ വിളിച്ചിട്ടുണ്ട്. അപ്പോൾ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോവാണ്. ആളെടുത്തുകാണ്ട് വരുന്നുണ്ട്. ഇത് കയറിങ്ങാണ്ട് എങ്ങനെയാണ്ട് വണ്ടി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോവാം. വല്ല സീസ ഇവിടെ എല്ലാ ഫുഡ്ജാ മാർക്കറ്റിലും ATM മെഷീൻ ഉണ്ട്. ഫുഡ്ജാ മാർക്കറ്റിൽ ഇവിടെയാണ് ATM മെഷീൻ ഉള്ളത്. അശ്വതി എന്നാക്കി പോയി എടുത്തിട്ട് പോവാ. എന്നാ 450 ആള് പോയിട്ട് പൈസ എടുത്തിട്ട് വരട്ടെ. ഞാൻ പോയി നോക്കാം. എൻ്റെ ആവശ്യമില്ല, റെഡിയാന്ന് പറഞ്ഞേ. എന്നാ ചോദിക്കാം. ഗാരേജ് ഇവിടെ എപ്പോഴും അടച്ചിട്ടിട്ടാണ്. പോയോ വണ്ടി റെഡിയാണ്. വണ്ടി റെഡിയാക്കിയിട്ടുണ്ട്. നന്നായിട്ട് മാറ്റണം എന്ന് പറഞ്ഞാണ്. ഇവിടെ 2 സ്ഥലത്ത് പെയിൻ്റ് അടിക്കാനുണ്ട്. അവിടെ റെഡി ആയിട്ടുണ്ട്, താഴത്ത് റെഡി ആയിട്ടുണ്ട്. അങ്ങനെ സൂപ്പറാണ്. ഒക്കെ ലോക്കൽ പണികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.